സവാരി ഗിരിഗിരിയിൽ ഇതാ മൂന്നാമത്തെ ചോദ്യം, ശ്രദ്ധിക്കൂ. അക്ബറിനെ ആക്രമിക്കാനെത്തുന്ന കഥാപാത്രം ഏത് കോളനിയിൽ നിന്നാണ് വരുന്നത്? എ ഗിരിനഗർ കോളനി, ബി ഹരിഹർ കോളനി, സി അന്ധകാര കോളനി. അറിയാം. വേണ്ട, ഹെൽപ്പ് വേണ്ട, എനിക്കേണ്ട ഹെൽപ്പ് വേണ്ട. നേരത്തെ ബുദ്ധിമുട്ടിച്ചില്ലേ ചേച്ചി? പുള്ളിക്കാരിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പുള്ളിക്കാരി വേണേ ഇനിയിപ്പോ ഒരു പാട്ട് കൂടെ പാടും. ആൻസർ എനിക്കറിയാം, പറയട്ടെ. ആയിരിക്കും സി അന്ധകാര കോളനി. എന്താണ് അന്ധകാര കോളനി? അന്ധകാരയല്ല, അന്ധകാര. അന്ധകാര. അന്ധകായല്ല, അന്ധകാര. അന്ധകാര കോളനി. വീണ്ടും പോയത്. അന്ധകാര. അന്ധകാര. അന്ധ അല്ല, അന്ധ. കാര. അന്ധകാര. അന്ധകാര. അന്ധകാരയില്ല, അന്തം വിട്ടെന്നുള്ളതിന്റെ അല്ല, അന്ധം. അതായത് അന്ധകാര, ഇരുട്ടിന്റെ. ഞാൻ എനിക്ക് തെറ്റിപ്പോയി. പക്ഷേ മലയാളം പഠിച്ചു വെച്ച ആ മാഷിനെ കണ്ടാ ഞാൻ ഇപ്പൊ ഇടിച്ച് പിഴിഞ്ഞ് പൂട്ടി ഇവിടെ വെക്കും. എന്തായാലും ഞാൻ പൂട്ടി വെച്ചു അന്ധകാര കോളനി. അന്ധകാര കോളനി തന്നെ പൂട്ടി വെച്ചു. ഓക്കെ, എന്നാലൊരു ചെറിയൊരു കുസൃതി ചോദ്യം. ര എന്നുള്ള അക്ഷരം അറിയാവോ? രായി തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു വാക്ക്. രായി തുടങ്ങി രായിൽ അവസാനിക്കുന്ന രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു ചോദ്യം. രായി തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു വാക്ക് എനിക്കറിയോ? എളുപ്പമാണ്. 12 മണി കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് എത്ര? അല്ല, 12 കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് 12:30 എന്ന് പറയും അല്ലേ? അങ്ങനെയല്ലേ പറയും? 1 കഴിഞ്ഞ് അരമണിക്കൂർ കഴിയുമ്പോ എന്ത് പറയും? 1:30. 2 കഴിഞ്ഞ് അരമണിക്കൂർ കഴിയുമ്പോ എന്ത് പറയും? 2:30. അതെങ്ങനെ? അപ്പം ഓപ്ഷൻ സി അന്ധകാര കോളനിയാണ് നമ്മൾ പൂട്ടിയത്. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ് സോന. സവാരി ഗിരിഗിരിയിൽ 4ാമത്തെ ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ സിനിമയിൽ ജെനി പ്രേമിക്കുന്നത് ആരെയാണ്? എ അമർ, ബി അക്ബർ, സി അന്തോണി. എവിടെ പോയല്ലോ? അക്ബർ. ഞാൻ ആലോചിച്ചെടുത്തതാണ് ആരെയാണ് പ്രേമിക്കുന്നത്. ഇങ്ങനെ ശൂന്യതയിൽ ഇങ്ങനെ പറിച്ചെടുത്തതാണ്, ആലോചിച്ച് പറിച്ചെടുത്ത് കൊണ്ടുവന്ന ആൻസറാണ് അക്ബർ. ബി അക്ബർ. അക്ബറിനെ ഞാൻ എടുത്തിട്ട് പൂട്ടി. ഓക്കെ, അക്ബർ ആണ് പൂട്ടിയിരിക്കുന്നത്. ബി അക്ബർ. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്.